നമസ്കാരം. KCN സാന്ത്വനം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കെട്ടുറപ്പുള്ള വീടകങ്ങൾക്കുള്ളിൽ പോലും നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമല്ലാത്ത വർത്തമാനകാലത്ത് പഴകിയ സാരികൾ കൂട്ടിവെച്ച് ഒരു കൂരയ്ക്കുള്ളിൽ ഒരു ഉമ്മയും രണ്ട് പെൺകുട്ടികളും കഴിയുകയാണ്. കോഴിക്കോട് ഫറൂഖിന് സമീപത്താണ് ഈ സങ്കട കാഴ്ചയുള്ളത്. ഈ ഉമ്മയുടെ പേര് മൈമൂന എന്നാണ്. ഒരു ജന്മത്തിലെ മുഴുവൻ ദുഃഖവും ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ട യുവതി. എല്ലാ നൊമ്പരങ്ങളും ആ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സങ്കടത്തെ പറഞ്ഞു മുഴിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ലാതെ പോകുന്നു. എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞു പെങ്ങളെപ്പോലുള്ള രണ്ട് പെൺകുട്ടികൾ കിടന്നുറങ്ങുന്നത് ചെളി നിറഞ്ഞ ഈ തിണ്ണയിലാണ്. അവർ ഇരുന്ന് പഠിക്കുന്നതും അവിടെ തന്നെ. എഴുതാനോ വായിക്കാനോ ഒരു ടേബിൾ പോലുമില്ലാത്ത അവരുടെ പുസ്തകങ്ങൾ വെറും നിലത്താണ് അടുക്കി വെച്ചിരിക്കുന്നത്. പഴകി ദ്രവിച്ച് അടർന്നു നിൽക്കുന്ന ആ വാതിലുകൾ ആശങ്കയാണ് സമ്മാനിക്കുന്നുള്ളത്. കെട്ടുറപ്പുള്ള വീടുകൾക്കുള്ളിൽ പോലും പെൺകുട്ടികൾക്ക് രക്ഷയില്ലാത്ത കാലത്താണ് ഈ പെൺമക്കൾ ഒരു സുരക്ഷയുമില്ലാത്ത ദിക്കിൽ ഭീതിയോടെ കഴിയുന്നത്. മുറ്റം നിറയെ ഇന്റർലോക്ക് പാകി ചുമരുകളെ മാർബിൾ കൊണ്ട് അലങ്കരിക്കുന്ന തിരക്കിനിടയിൽ സഹോദര, ഈ കാഴ്ച ഒന്ന് കാണുമോ? പഴകിയ തുണികളും ഓലക്കഷ്ണങ്ങളും കൊണ്ട് കെട്ടിവെച്ച ഈ ആൾമറയാണ് ഇവരുടെ ചുമര്. ഏതു പാമ്പും ഏതു തേളും അതുവഴി വരാം, അവയ്ക്കവിടെ കുടിയിരിക്കാം. ക്യാമറയുടെ ലെൻസിനൊപ്പം കണ്ണു ചലിപ്പിക്കുമ്പോൾ മനസ്സ് പിന്നെയും പറഞ്ഞു, യാ അല്ലാ, എൻ്റെ ഈ കുഞ്ഞു പെങ്ങന്മാരെ കാത്തുകൊള്ളണേ അല്ലാ. ഈ മേൽക്കൂര കണ്ടില്ലേ? 10 വർഷമായി അവർ അതിൻ്റെ കീഴിൽ കിടന്നുറങ്ങുന്നു. തലയിൽ വീഴുന്ന മഴത്തുള്ളികൾ എത്രയും മുറിക്കുള്ളിൽ ചെളിക്കളം തീർക്കുമ്പോൾ ആ പാവങ്ങൾ ഉറങ്ങാതെ നേരം വെളുപ്പിക്കും. ഉറങ്ങാതെ ഉണ്ണാതെ നേരം വെളുപ്പിച്ച എത്രയോ ദിനങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. പഴയ സാരികൾ കൊണ്ട് കെട്ടിവെച്ച ഈ കാഴ്ച കണ്ടു. ഇതാണ് അവരുടെ ടോയ്ലറ്റ്. എത്രയോ വീടുകൾക്ക് നടുവിലുള്ള വീട്ടുമുറ്റത്തെ ടോയ്ലറ്റിൻ്റെ രൂപം. മേൽക്കൂരയോ ചുമരോ ഇല്ലാത്ത ഇവിടെയാണ് ഈ സ്ത്രീകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ദർസ് പഠനം നടത്തുന്ന മിർഷാദി എന്നൊരു മകൻ കൂടിയുണ്ട് മൈമൂനയ്ക്ക്. പൊന്നാനിയിലെ പള്ളി ദർസിൽ ഖുർആൻ പഠിക്കുകയാണ് അവൻ. അവധിയിൽ നാട്ടിലേക്ക് വരേണ്ട സമയത്ത് പോലും വീട്ടിലേക്ക് മടങ്ങാതെ അവൻ പള്ളിയിൽ തന്നെ കഴിയും. ഏതൊരു ഉമ്മയും മകൻ്റെ വരവ് കാത്തിരിക്കുമ്പോൾ ഈ ഉമ്മ മാത്രം മകൻ വരരുതേ എന്ന് ആഗ്രഹിക്കും. കാരണം അവനെങ്കിലും എവിടെയെങ്കിലും നന്നായി കിടന്നുറങ്ങിക്കോട്ടെ എന്നാണ് മൈമൂന പറയുന്നത്. അതിന് വേണ്ടി രണ്ട് പെൺകുട്ടികളാണ്, പ്രായം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികൾ. അതിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം. അവന് പഠിക്കുകയാണ് ദർസിൽ. അവനൊരു പണ്ഡിതനാണെന്നാണ് എൻ്റെ ചിന്ത. അതിന് വേണ്ടി നിങ്ങളെല്ലാവരും നോക്കണം. ഒരു വഴിയുമില്ല. ഓല വെച്ചിരിക്കാൻ മഴ പെയ്താൽ അതും ഒക്കെ ജന്തുക്കളൊക്കെ വരുന്നുണ്ട്. വേണ്ടി നിങ്ങൾ സഹായിക്കണം. ദുരിതങ്ങൾ കണ്ട് പകച്ചുപോയ അവൻ്റെ മുഖത്ത് ചിരിയോ നിരാശയോ ഇല്ല. ക്യാമറയ്ക്കനുസരിച്ച് ചലിക്കാൻ പറയുമ്പോൾ ആ പാവം ഞങ്ങൾക്ക് വേണ്ടി നിന്ന് തരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ ആശ്വാസം കണ്ടെത്തുകയാണ് ആ ഉമ്മയും മകനും. പെൺമക്കൾ കല്യാണ പ്രായത്തിലേക്ക് വളർന്നു വരുന്നു. തലയ്ക്ക് മുകളിൽ മേൽക്കൂര തകർന്നു വീഴാൻ നിൽക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണവും മക്കളുടെ വിദ്യാഭ്യാസ ചെലവും എല്ലാം ചോദ്യചിഹ്നമാണ്. തീരാത്ത ദുരിതമോർത്ത് മൈമൂന പിന്നെയും കരയുന്നു. ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന, സോഷ്യൽ മീഡിയയിൽ ഒരു ഷെയർ, നമ്മുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള ഒരു ഇടപെടൽ മതി. അത് മതി. അവർ രക്ഷപ്പെടാൻ അത് ധാരാളം മതി. നമ്മുടെ കുഞ്ഞു പെങ്ങളോ കുഞ്ഞു മോളോ ആണ് ഇങ്ങനെ കഴിയുന്നതെങ്കിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ? ഇവരെ സഹായിക്കാൻ നമുക്ക് കഴിയില്ലേ?